उतरने के विदिन 2-3 मिनट्स में पुलिस, बाकी सभी बॉडियाँ, सिविल एडमिनिस्ट्रेशन, कॉरपोरेशन वगैरह सभी लोग आ गए थे। फायर फाइटर वगैरह स्थल पे हाजिर है। लोगों को बचाने की और रेस्क्यू करने की कार्रवाई जारी है। ऑलमोस्ट 70 से 80% एरिया हमने क्लीन कर लिया, बाकी आने समय में हम लोग क्लियर कर लेंगे। मैं सभी मीडिया के मित्रों से रिक्वेस्ट करता हूं, सभी हमसे सहयोग करें। जितनी पुलिस, उसके अलावा जितनी भी एजेंसी, आर्मी, बीएसएफ, सीआईएसएफ, कॉरपोरेशन, कलेक्टर ऑफिस के सभी स्टाफ, सभी यहाँ काम में लगे हुए हैं। प्लीज़ हमसे सहयोग करिए और थोड़ी सी हमारे लिए जगह बना के रखिए ताकि हम एम्बुलेंस को ग्रीन कॉरिडोर बना के हॉस्पिटल तक पहुँचा सकें। थैंक यू। ഗുജറാത്ത് പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ആണ് പ്രേക്ഷകർ കേട്ടിട്ടുള്ളത്. രാജ്യം കണ്ടിട്ടുള്ള വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്ന്, അവസാനമായി നമ്മൾ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം ഓഗസ്റ്റ് 7, 2020 നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ കോഴിക്കോട് സംഭവിച്ച അപകടമായിരുന്നു. 21 പേരാണ് കരിപ്പൂർ അപകടത്തിൽ മരിച്ചത്. അന്നും ബോയിങ് വിമാനം തന്നെയാണ്, എയർ ഇന്ത്യയുടെ തന്നെ ബോയിങ് 737 വിമാനം, ദുബായിൽ നിന്ന് കരിപ്പൂരിലേക്ക് വന്ന വിമാനമാണ് അപകടമുണ്ടാക്കിയത്. 21 പേർ മരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയിലുള്ള വലിയൊരു വിമാന ദുരന്തം 2010 മെയ് 22 നടന്നിട്ടുള്ള അപകടമാണ്. മംഗലാപുരം എയർപോർട്ടിൽ നടന്നിട്ടുള്ള അപകടമാണ്. 158 പേരാണ് ആ അപകടത്തിൽ മരിച്ചത്. അതും എയർ ഇന്ത്യയുടെ ഇതേപോലെ ബോയിങ്ങിന്റെ തന്നെ 737 വിമാനമാണ്. ബോയിങ് 737 വിമാനമാണ് മെയ് 22, 2010 മംഗലാപുരം എയർപോർട്ടിൽ അപകടത്തിൽപ്പെട്ടത്. അന്ന് 158 പേർ മരിച്ചു. ഈ വിമാന ദുരന്തത്തിൽ കാഷ്വാലിറ്റി എത്ര എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുകയില്ല. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് അതിഭീകരമായ, അതിദാരുണമായ അപകടമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 30 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്ഥിരീകരിക്കുന്ന വാർത്തകൾ മാത്രമേ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുള്ളൂ. വിജയ് രൂപാണി വിമാനത്തിൽ ഉണ്ടായിരുന്നത് 12 നമ്പർ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ 12 നമ്പറാണ് വിജയ് രൂപാണിയുടെ പേര്. 85 നമ്പറിൽ ഒരു മലയാളി കൂടിയുണ്ട്, ഗോപകുമാരൻ നായർ എന്ന പേരുള്ള മലയാളി കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി സ്ഥിരീകരിക്കപ്പെടേണ്ട ഏജൻസികൾ അത് തീർച്ചയായും വ്യക്തമാക്കും. ഇപ്പോൾ വ്യക്തമാകുന്നതനുസരിച്ചാണെങ്കിൽ 30 മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇതിൽ 50-ലേറെ UK പൗരന്മാരുണ്ട്, മറ്റ് രാജ്യങ്ങളിലെ ആളുകളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. ഗുജറാത്തിനെ സംബന്ധിച്ചോളം വ്യവസായ പ്രമുഖരൊക്കെ തന്നെ UK-യിലേക്ക് കുടിയേറുകയും UK-യുമായിട്ട് ഒരുപാട് ബന്ധമുള്ള, അല്ലെങ്കിൽ അങ്ങനെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ഈ വിമാനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വിമാനയാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം നമുക്ക് അതിൽ കുഞ്ഞുങ്ങളുണ്ട്, ഏകദേശം 10-11 കുഞ്ഞുങ്ങൾ ഉണ്ട് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള നവജാത ശിശുക്കളാണ് 2 പേർ. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1:38 ടേക്ക് ഓഫ് ചെയ്യുന്നത് വിമാനം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ അപകടം സംഭവിക്കുന്നു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. വിമാനം അങ്ങനെ പൂർണ്ണമായും കത്തി ഇല്ലാതായിരിക്കും.